അപ്പോൾ സ്വന്തമായിട്ട് അഭിപ്രായങ്ങളുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ ഉള്ളിൽ ഒരു മാധ്യമ പ്രവർത്തക ഉറങ്ങിക്കിടക്കുന്നുണ്ടാവും. അതിനെല്ലാം പുറത്തു കൊണ്ടുവരുന്ന ഒരു സെഗ്മെന്റ് ആണ്. പാർവതി ചേച്ചിയുടെ കൂടെയാണ് നിങ്ങൾ ആ സെഗ്മെന്റ് ചെയ്യാൻ പോകുന്നത്. സോ ഇന്ന് സിറ്റിസൺ ജേർണലിസമിൽ പങ്കെടുക്കാൻ എത്തുന്നു സന്ധ്യ. സൂപ്പർ അമ്മയും മകളും. വെൽക്കം സന്ധ്യ. താങ്ക് യു മാം. താങ്ക് യു. വെരി ഇംപ്രസീവ്. ഇത് ഒരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട് അല്ലേ? ഷോർട്ട് ഫിലിം ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. എന്തായിരുന്നു അതിന്റെ സബ്ജക്ട്? പേര് മകൾ എന്നായിരുന്നു. അതിന്റെ തീം വുമൻ എംപവർമെന്റ് ആയിരുന്നു. ഓക്കെ. അപ്പം ഞാൻ കോളേജ് ലെക്ചറാണ്, ആദ്യം തന്നെ പറയാം. അപ്പം എൻ്റെ ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു അതിൽ അമ്മയായിട്ട് ആക്ട് ചെയ്തത്. മകള് വൈഗ ചെയ്തു. സോ കമ്മിങ് ടു അവർ തിങ്, സിറ്റിസൺ ജേർണലിസ്റ്റ്, എന്തായിരുന്നു എടുത്ത സബ്ജക്റ്റ്? ഞാൻ കൈത്തറി, കണ്ണൂരിൽ നിന്നാണ് വരുന്നത്. അപ്പം കണ്ണൂർ ഇസ് ഫേമസ് ഫോർ തറി ആൻഡ് തിറ. അപ്പം അതിലെ കൈത്തറി മേഖലയിലെ എംപ്ലോയീസ് പ്രോബ്ലംസ് ആണ് എടുത്തിട്ടുള്ളത്. എന്തായിരുന്നു കണ്ടെത്തിയത്? എന്താണ് എൻ്റെ ഹിസ്റ്ററി? എത്ര വർഷമായിട്ട് കണ്ണൂർ കൈത്തറി ഉണ്ട്? എനിക്ക് ഒരു ബ്രീഫ് നോക്കുവാണെങ്കിൽ ഞാൻ MBA ഈ ഒരു പ്രോജക്റ്റിലാണ് ഞാൻ ചെയ്തിട്ടുണ്ടായത്. അപ്പം 5000 ഇയേഴ്സ് എബോ മുതൽ ഈ ഒരു ഹാൻഡ്ലൂം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ അവിടെ നിന്ന് മുതൽ ഈ ഗവൺമെൻറ് പുതിയ പുതിയ ഇൻസെൻറ്റീവ്സും പുതിയ പുതിയ സ്കീംസും ഡെവലപ്പ് ചെയ്യാന്നല്ലാണ്ട് ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സിന് ഒരു ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരുന്നില്ല. അപ്പം വർക്കേഴ്സ് നല്ല കോസ്റ്റ്ലി ഐറ്റംസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം അതൊക്കെ മാർക്കറ്റിൽ നല്ല റേറ്റിലാണ് എക്സ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്ന സാധാരണക്കാർ ആ വർക്കേഴ്സിന് ഒരു ബേസിക് അല്ലെങ്കിൽ ആ കിട്ടുന്ന കൂലി പോലും കൃത്യമായിട്ട് കിട്ടുന്നില്ല. അതായിരുന്നു സബ്ജക്റ്റ്. അപ്പോൾ കോപ്പറേറ്റീവ് സൊസൈറ്റി അങ്ങനെ ഒന്നുമില്ല? അപ്പം ഞാനവിടെ എൻക്വയറി ചെയ്ത സമയത്ത് 6 മാസത്തെ പെൻഡിങ് ഡ്യൂസ് ഉണ്ട്, പേയ്മെന്റ് കിട്ടാൻ വേണ്ടി. പൈസ കുറവാണെന്നാണോ പെൻഡിങ് ആയി പോകുന്നതാണോ പ്രശ്നം? ഒന്ന് ബേസിക് വേജസ് കുറവാണ്, പ്ലസ് പെൻഡിങ് കൂടുതലാണ്. കൃത്യമായിട്ട് കൊടുക്കും. നമുക്ക് ആ വിഷ്വലിലോട്ട് പോവാം. ഓക്കെ മാം. കണ്ണൂർ ജില്ലയിലെ കൈത്തറി വ്യവസായം 19-ാം നൂറ്റാണ്ടിലാണ് പ്രചാരം നേടിയത്. തറകളുടെയും തിറകളുടെയും നാടാണ് കണ്ണൂർ. തനതായ ശൈലികളിൽ നിർമ്മിക്കപ്പെടുന്ന കൈത്തറി വസ്ത്രങ്ങൾക്ക് ലോക വിപണിയിൽ തന്നെ ആവശ്യക്കാരുണ്ട്. എന്നാൽ കണ്ണൂർ കൈത്തറിയെ അന്താരാഷ്ട്ര ബ്രാൻഡായി ഉയർത്താൻ ഇതുവരെ പറ്റിയില്ല. തറകളിൽ കൈകൊണ്ട് നെയ്തെടുക്കുന്ന കണ്ണൂർ കൈത്തറി ഉൽപ്പന്നം ഗുണമേന്മയുടെ കാര്യത്തിൽ ഏറെ പ്രശസ്തമാണ്. 20 വർഷത്തെ വേതന വ്യവസ്ഥയാണ് ഇപ്പോഴും തുടരുന്നത്. പ്രൗഢിയുടെയും സൗന്ദര്യത്തിൻ്റെയും മറുവാക്കായിരുന്നു ഒരു കാലത്ത് കൈത്തറി വസ്ത്രങ്ങൾ. അഴകിൻ്റെ ഇഴകൾ കോർത്ത് സൗന്ദര്യത്തിൻ്റെ വടക്കൻ പെരുമയെ നാടെങ്ങും അറിയിച്ച കണ്ണൂർ കൈത്തറി കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ പിടിച്ചു നിൽക്കാൻ പാടുപെടുകയാണ്. വേതന കുടിശ്ശിക, നൂൽക്ഷാമം, വിപണിയിലെ മത്സരം, പ്രതിസന്ധികൾ ഏറെയാണ് ഈ മേഖലയിൽ. ഞാനിപ്പോൾ നിൽക്കുന്നത് കണ്ണൂർ ലോക്നാഥ് വീവേഴ്സിലാണ്. ഇവിടുത്തെ തൊഴിലാളികൾ അനുഭവിക്കുന്ന പ്രശ്നം എന്തൊക്കെയെന്ന് ഞങ്ങൾക്ക് നേരിട്ട് മനസ്സിലാക്കാം. 25 വർഷമായി ഞാനിവിടെ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഈ ജോലിയിൽ വന്നതിന് ശേഷം ഈ പൊടിവാറിയിട്ടും അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. പിന്നെ കൃത്യമായ വേതനം കിട്ടുന്നില്ല. ഒരു മാസമെല്ലാം കൂടുമ്പോൾ ഒരാഴ്ചത്തെ കൂലി കിട്ടും നമുക്ക്. അപ്പോൾ അതിനെക്കൊണ്ട് ജീവിക്കാൻ പറ്റുന്നില്ല. എന്തെങ്കിലും ചില്ലറ എപ്പം കിട്ടുമ്പോൾ അങ്ങനെയുള്ള വരുമാനമേ ഉള്ളൂ. അതുകൊണ്ട് കൃത്യമായിട്ടുള്ള വേതനമില്ല. പിന്നെ ഈ ജോലിയിൽ ആരും വരുന്നില്ല. നാം ധരിക്കുന്ന വർണ്ണവസ്ത്രങ്ങളുടെ പിന്നിൽ കുറേ ജീവിതങ്ങളുടെ നാൾ വഴികളുണ്ട്. നൂലെടുക്കുന്നവരും പിരിക്കുന്നവരും ചായം മുക്കുന്നവരും നെയ്തെടുക്കുന്നവരും ഉൾപ്പെടെ നിരവധി മനുഷ്യരുടെ കഠിനാധ്വാനമുണ്ട്. ഞാനിവിടെ വന്നിട്ട് 35 വർഷമായി. ഒരു മാറ്റവും ഇതുവരെ ഉണ്ടായിട്ടില്ല. പണിയാണെങ്കിൽ പണിയുണ്ട് എന്നല്ലാണ്ട് പൈസ മര്യാദയ്ക്ക് കിട്ടുന്നില്ല. അത് എപ്പോഴും കൂടും 5 മാസം കൂടുമ്പോഴാണ് പൈസ വരുന്നത്. ആരോഗ്യസ്ഥിതിയും മോശമാണ്. പൈസക്ക് മര്യാദയ്ക്ക് കൂലിയും കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മരുന്നങ്ങ് വാങ്ങാൻ ചെയ്യില്ല നമ്മൾ വരുന്നത്. ചേച്ചി എത്ര കൊല്ലമായി ഇവിടെ വന്നിട്ട്? 20 വർഷം. വേതനം വളരെ കുറവാണ്. അപ്പോൾ ഞാൻ സാരിയാണ് നെയ്യുന്നത്. അപ്പോൾ സാരിക്ക് 3000 ഉറുപ്പ്യയിൽ താഴെയുണ്ട് മേലെയുണ്ട്. അപ്പം എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് നമ്മളിപ്പോൾ ഒരു 2 ദിവസം എടുക്കും സാരിയാണ്. ഇന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ നാളെ നമുക്കൊരു സാരിയാവും. അപ്പോൾ ആ സാരിക്ക് നമുക്ക് തുച്ഛമായ പൈസയേ ഉള്ളൂ. ഒരു 400 രൂപ ആയ തോതിലാണ് നമുക്ക് കിട്ടുക. അതിപ്പം എന്താ പറഞ്ഞാൽ 6 മാസമായി നമുക്ക് കൂലി കിട്ടാത്തത്. 3000 രൂപയുടെ സാരിയാണ് ഇവർ നെയ്തെടുക്കുന്നത്. പക്ഷേ ഇതിൻ്റെ വില അല്ലെങ്കിൽ ഇവർക്ക് കിട്ടുന്നത് വെറും 400 രൂപയാണ്. എനിക്ക് കിട്ടുന്ന വരുമാനം വളരെ കുറവാണ്. ആ വരുമാനം കുറവ് കൊണ്ട് തന്നെ ഈ മേഖലയിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. ഈ മറ്റു മേഖലയിൽ പോകുന്നതല്ലാതെ ഇങ്ങോട്ട് ആൾ വരുന്നില്ല. അധ്വാനം കൂടുതലും വരുമാനം കുറവാണ് അതിൻ്റെ പ്രധാന ഘടകം. തൊഴിലാളിയുടെ പ്രശ്നങ്ങൾ നേരിട്ട് ബന്ധപ്പെട്ട അധികാരികളോട് തന്നെ ചോദിച്ചറിയാം. സർ, നിലവിലുള്ള കൈത്തറി മേഖലയെക്കുറിച്ചും അവിടെയുള്ള തൊഴിലാളികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും സാറിൻ്റെ കാഴ്ചപ്പാടിൽ എന്താണ്? കൈത്തറി മേഖലയിൽ തുടക്കത്തിൽ തന്നെ നല്ലൊരു ബൂം പീരീഡായിരുന്നു. പക്ഷെ നിലവിൽ ഈ മേഖലയെ സംരക്ഷിക്കാൻ വേണ്ടി സർക്കാരുകളും സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ പല പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നുണ്ടെങ്കിലും ഈ സ്ഥാപനത്തിനും ഇവിടുത്തെ തൊഴിലാളികൾക്കും
നിലവിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സ്ഥിതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നിലവിലുള്ള സാമ്പത്തിക സ്ഥിതി വളരെ മോശമായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആനുപാതികമായിട്ട് അതാത് സമയത്ത് കൂലി വിതരണം ചെയ്യാൻ വേണ്ടി നമുക്ക് പറ്റുന്നില്ല. പിന്നെ പ്രത്യേകിച്ച് വെച്ചാൽ ഈ മേഖലയിൽ തൊഴിലാളികൾ എന്ന് പറഞ്ഞാൽ കായികപരമായും അവരെ കലാപരമായും അധ്വാനവും അല്ലെങ്കിൽ മാനസികമായ കഴിവും ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ആ ഉൽപ്പാദിപ്പിക്കുന്ന തുണിത്തരങ്ങൾ തന്നെ നല്ല മിഡിൽ ആൻഡ് അപ്പർ ക്ലാസ് മേഖലയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത്രയും വിലപിടിപ്പുള്ള തുണിത്തരങ്ങൾ ഉണ്ടാക്കിയിട്ട് പോലും ആ തൊഴിലാളിക്ക് ഇന്ന് മാർക്കറ്റിലെ മറ്റ് മേഖലയിലുള്ള തൊഴിലാളികളേക്കാൾ കമ്പാരിറ്റീവ്ലി വെരി ലോ വേജസ്, അതായത് 300-400 രൂപയെ അവർക്ക് ലഭിക്കുന്നുള്ളൂ. ഈ മേഖലയിൽ പുതിയ ആളെ ആകർഷിക്കണമെന്നുണ്ടെങ്കിൽ നല്ല വേതനങ്ങൾ നൽകിയേ മതിയാവും. കാരണം കമ്പാരിറ്റീവ്ലി മറ്റ് മേഖലയിൽ 1000-1500 രൂപ പ്രതിദിന വേതനം കിട്ടുന്ന സ്ഥിതിക്ക് ഈ മേഖലയിലും ആനുപാതികമായ ഒരു വർധനവ് അവർക്ക് നിർബന്ധമായി ലഭിക്കണം. കൂടാതെ വെച്ചാൽ കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും പല പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നുണ്ടെങ്കിലും അത് യഥാസമയം കുറേ മാറ്റങ്ങൾ വരുത്തുന്നുണ്ടെങ്കിലും ആ തൊഴിലാളിയിലേക്ക് യഥാസമയം ലഭിക്കുന്നില്ല. അത് തന്നെ ഏറ്റവും വലിയ പരാധീനത. തളർന്നു പോകുന്ന വ്യവസായം കരുണ തേടുകയാണ്. അവശേഷിക്കുന്ന തൊഴിലാളികളും അടുത്ത് രംഗം വിടുന്നതിന് മുമ്പ് ഒരു കാലത്ത് കണ്ണൂരിൻ്റെ അഭിമാനമായിരുന്ന കൈത്തറി വ്യവസായത്തെ സംരക്ഷിക്കേണ്ടതുണ്ട്. ഇവർ പറയുന്നത് കേൾക്കാനും ഭരിക്കുന്നവർ സമയം കണ്ടെത്തേണ്ടതുണ്ട്. അധികൃതർ കണ്ണു തുറക്കേണ്ട സമയം കടന്നിരിക്കുന്നു. കണ്ണൂർ ലോക്നാഥ് വീവേഴ്സിൻ്റെ മുന്നിൽ നിന്നും സന്ധ്യ നമ്പ്യാർ സൈനിങ് ഓഫ്.